എടീ നമ്മുടെ തിരുവനന്തപുരത്തെ നല്ല ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ് അലക് ഫെഡ്മാൻ സ്കൂൾ. അതായത് ഇന്റർനാഷണൽ നല്ല ടോപ്പ് ലെവലിൽ എല്ലാവരും പഠിക്കുന്ന സ്കൂളാണ്. നമ്മുടെ CBSE ടോപ്പ് സ്കൂളാണ് അലക് ഫെഡ്മാൻ സ്കൂൾ. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 250 മീറ്റർ മാത്രം ഈ ഒരു വഴി നേരെ കയറുമ്പോൾ നമുക്കിവിടെ ഒരു കിടിലൻ വീട് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. അത് നമ്മുടെ കഴക്കൂട്ടത്ത് നമ്മുടെ അടിപൊളി വീടാണ്. 10 സെന്റ് സ്ഥലവും ഈ ഒരു കിടിലൻ വീടുമാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഇത് മെയിനായിട്ട് നമുക്ക് ഈ ഒരു വീട് ഫ്രീ ആണ്. കാരണം നമുക്കിവിടെ പ്ലോട്ടിൻ്റെ വില മാത്രമാണ് ചോദിക്കുന്നത്, വീടിൻ്റെ വില ഇട്ടിട്ടില്ല. അതും ഇതിലൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വഴി കണ്ടോ, എന്ത് വീതിയെന്ന് നോക്ക്. ഏകദേശം 5 മീറ്റർ വീതിയുള്ള വമ്പം വഴിയാണ് വന്നിട്ടുള്ളത്. ആ കാണുന്ന മെയിൻ റോഡ് ഉണ്ട്, അത് നമ്മുടെ അലക് ഫെഡ്മാൻ സ്കൂൾ പോകുന്ന മെയിൻ റോഡാണ്. ജസ്റ്റ് അവിടെ നിന്ന് ഒരു 30 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു കിടിലൻ വീട് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. കണ്ടാ നല്ല അടിപൊളിയായിട്ട് ഗാർഡൻ വർക്കെല്ലാം ചെയ്ത് നല്ലൊരു സൂപ്പർ ഒരു വലിയ വീടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഇവിടെ മെയിനായിട്ട് ഇതിൽ വീടിൻ്റെ വില ഇട്ടിട്ടില്ല. നമുക്കിതിൽ ചോദിക്കണമെന്ന് വെച്ചാൽ പ്ലോട്ടിൻ്റെ വില മാത്രമാണ്. പക്ഷേ നല്ല വീട് അത്യാവശ്യം കണ്ടീഷനിലുള്ള വീടാണ്. ഏകദേശം ഒരു അത്യാവശ്യം കുറച്ചൊന്ന് പഴക്കമുള്ള വീടാണ്. പക്ഷേ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ആകമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മെയിനായിട്ട് വീടിൻ്റെ വിലയല്ല, പ്ലോട്ടിൻ്റെ വിലയാണ് ചോദിക്കുന്നത്. ഇവിടെ നല്ല സെൻറ്റിന് നല്ല വില ഉള്ള ഏരിയയാണ്. അപ്പോൾ കണ്ടല്ല, നല്ല അടിപൊളി കണ്ടീഷനിലുള്ള ഒരു വീടും സ്ഥലവുമാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. അത് നമ്മുടെ കഴക്കൂട്ടത്ത്. നമുക്കിനി നേരെ അകത്തോട്ട് പോയി ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അകം കാണിച്ചു തരാം. കണ്ട അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷനുള്ള വീടാണ്. കണ്ട മൊത്തം 1500 സ്ക്വയർ ഫീറ്റ് 10 സെൻറ്റ് സ്ഥലത്തിലാണ് നമ്മുടെ വീട് ഇരിക്കുന്നത്. അത് നമുക്ക് വീട് കുറച്ചേ വരുള്ളൂ. 1500 സ്ക്വയർ ഫീറ്റാണ്. ഒരു നല്ല വീടാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല നീറ്റ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇത് കണ്ട, ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം. ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു ബെഡ്റൂം വരുന്നത്. മൊത്തം 3 ബെഡ്റൂമാണ്. അതിൽ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമാണ് വരുന്നത്. ഒരു അറ്റാച്ച് ഒരു കോമണും. ഇത് ഒരു ബാത്റൂമാണ്. ഇത് നമ്മുടെ ഒരു ബാത്റൂമാണ്. പിന്നെ നമുക്കില്ല ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു കോമൺ ബാത്റൂമേ. ഈ കോമൺ ബാത്റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാത്റൂമാണ്. കണ്ട നല്ല അടിപൊളി നല്ല വിശാലമായിട്ടുള്ള വലിയ ബാത്റൂമാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് മുകളും കൂടെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. മുകൾ പോർഷനും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ അതുപോലെ നമ്മുടെ കിച്ചൺ. ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കണ്ട അത്യാവശ്യം കബോർഡ് ഡോർസൊക്കെ ഉള്ള നല്ല അടിപൊളി കിച്ചണാണ്. കണ്ട കബോർഡ് ഡോർസൊക്കെ ഉണ്ട്. നല്ല കബോർഡ് ഡോർസൊക്കെ ഉള്ള നല്ല സൂപ്പർ കിച്ചണാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മുകൾ പോർഷനും കൂടെ ഉണ്ടോ. വീട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വീട് വെച്ചിരിക്കാം. അതല്ല ഇത് പൊളിക്കണമെങ്കിൽ പൊളിക്കാം, അത് നിങ്ങളെ ഇഷ്ടമാണ്. ഇനി ജസ്റ്റ് ഈ മുകളിലത്തെ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ് കേട്ടോ. ഈ കഴക്കൂട്ടത്ത് അത്യാവശ്യം പ്രൈം ലൊക്കേഷനിലാണ് ഈ വീട് വന്നിട്ടുള്ളത്. അതായത് നമുക്ക് എല്ലാ സ്ഥലവും എളുപ്പമാണ് പോകാൻ. അത് പക്ക റെസിഡൻഷ്യൽ ഏരിയ കണ്ടില്ല, വീട് ഇരിക്കണണ്ട ഫുള്ള് വീടുകളൊക്കെ ഇരിക്കുന്ന അത്രയും പക്ക റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മളെ ഈ വീട് വന്നിട്ടുള്ളത്. അത്രയും റെസിഡൻഷ്യൽ ഏരിയയിൽ ഇവിടുത്തെ വ്യൂ ഞാൻ ഇപ്പോൾ ഒരു വ്യൂ കാണിച്ചു തരാം. പറഞ്ഞാൽ ഈ ഒരു വ്യൂ ആണ്. കണ്ട ഇതാ കാണുന്ന നികുഞ്ചം നമ്മുടെ ഐ പാർക്കാണ്. നികുഞ്ച ഐ പാർക്കാണ് ഇതാ കാണുന്നത്. നികുഞ്ച ഐ പാർക്ക്. പിന്നെ അവിടെ ഇതാ കഴക്കൂട്ട ഫ്ലൈ ഓവർ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ വീട് ഇരിക്കണത് നമ്മുടെ ഈ സൈനിക് സ്കൂൾ ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മുടെ ഈ വീട് വരുന്നത്. അതുപോലെ ഇവിടെ നിന്ന് അലക് ഫെഡ്മാൻ സ്കൂൾ, ആ വഴി ജസ്റ്റ് ഒരു 250 മീറ്റർ പോയ അലക് ഫെഡ്മാൻ സ്കൂൾ. സൈനിക് സ്കൂൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കിൻഫ്ര ഫിലിം പാർക്ക്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചന്തവള ജംഗ്ഷൻ, എല്ലാം നമ്മുടെ ഓഷനസിൻ്റെ ഫ്ലാറ്റൊക്കെ വരുന്നത് നമ്മുടെ ചന്തവള ജംഗ്ഷൻ, മാവിമൂട് ജംഗ്ഷൻ എല്ലാം തൊട്ടടുത്താണ്. ഇവിടെ നിന്നാണ് ചന്തവള നമുക്കിപ്പോൾ ഒരു 1.5 കിലോമീറ്ററിനകത്ത് സൈനിക് സ്കൂൾ വരും. അതുപോലെ കിൻഫ്ര ഫിലിം പാർക്ക് വരും. പിന്നെ അതാ നമ്മളെ കഴക്കൂട്ടം NH നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ അവിടെ പോയാൽ അത് ജസ്റ്റ് 1 കിലോമീറ്റർ, എല്ലാം തൊട്ടടുത്ത്. അതാണ് ഞാൻ പറഞ്ഞ നമ്മളെ ഈ മെയിൻ ആയിട്ടുള്ള നമ്മുടെ കഴക്കൂട്ട സിറ്റിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അകത്ത് ഒരു കാമായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രം മതി എല്ലായിടത്തും പോകാൻ. അത്രയും പ്രൈം ലൊക്കേഷൻ. ഇതുവരെ അർജൻറ്റ് കാര്യമായിട്ടാണ് ഇവർ സെയിലാക്കണത്. ഇത് നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. കാരണം നമുക്കിപ്പോൾ കഴക്കൂട്ടത്ത് ആ മെയിൻ റോഡിനകത്തൊക്കെ ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ സെൻറ്റിന് 20, 30, 40 ആ റേഞ്ചൊക്കെയാണ് ചോദിക്കണത്. ഇത് കണ്ട, ഇതിപ്പോൾ നമുക്ക് ലുലു മാളിലൊക്കെ തൊട്ടടുത്താണ്. അവിടെ നിന്ന് ചെറുത്തോട്ട് ബൈപ്പാസ് കയറിയ എല്ലായിടത്തും പോകാൻ പറ്റും. അത്രയും നമുക്ക് കിൻഫ്ര ഫിലിം പാർക്ക് എല്ലാം തൊട്ടടുത്ത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഡയറക്റ്റ് ഓണറിനെ വിളിച്ചോ. ഒരു കമ്മീഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നല്ല ഗാർഡനിങ് വർക്കൊക്കെ ചെയ്ത നല്ല വീടാണ്. ഇവിടുത്തെ ഗാർഡനിങ് വർക്കൊക്കെ നല്ല അടിപൊളിയാണ്. ഈ വീട് നിങ്ങൾ പൊളിച്ച് കളഞ്ഞിട്ട് വേറൊരു വീട് വെക്കണേ അങ്ങനെ ചെയ്യാം. അതല്ല ഈ വീട് നിലനിർത്തി ഇത് റെനോവേഷൻ ചെയ്തെടുത്ത് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വീട് നിങ്ങൾ റെനോവേഷൻ വർക്കൊക്കെ ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് സെറ്റാക്കണതാണ് നല്ലത്. ഈ വീട് അത്യാവശ്യം കുറച്ച് പഴക്കമുള്ള വീടാണ്. പിന്നെ നിങ്ങൾക്ക് ഈ മെയിനായിട്ട് ഈ വീട് ഫ്രീ ആണ്. കാരണം നമുക്ക് വീടിൻ്റെ വിലയല്ല ചോദിക്കുന്നത്, ഇവിടെ വസ്തുവിൻ്റെ വിലയാണ് ചോദിക്കുന്നത്. നമുക്ക് ഈ വസ്തുവിൻ്റെ ഈ മൊത്തം വില ഞാൻ ഇപ്പം പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ വില വരണം. നമ്മുടെ ഈ ഒരു 10 സെന്റ് സ്ഥലവും വീടും കൂടെ ചേർന്നുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1.25 കോടിയാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇത് വില നെഗോഷ്യബിൾ ആണ്. ഓണറിനെ ഡയറക്റ്റ് വിളിക്കാമേ. ഇനി നിങ്ങൾക്ക് കഴക്കൂട്ടത്തൊക്കെ നല്ല പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ നമ്മളെ പേജ് ഫോളോ ചെയ്ത് വെച്ചോ. കാരണം നമ്മളെ പേജിലായിരിക്കും ഇതേപോലത്തെ വലിയ പ്രോപ്പർട്ടീസ് ഇതേപോലത്തെ വരണം. അതുകൊണ്ട് നമ്മളെ പേജ് ഫോളോ ചെയ്ത് വെച്ചോ. കാരണം കണ്ട കഴക്കൂട്ടം നമ്മുടെ നികുഞ്ച ഐ പാർക്ക്,
നേരെ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം തൊട്ടടുത്ത്, അതായത് എന്നെ ചെറുത്തറ ബൈപ്പാസ് തൊട്ടടുത്ത് ചന്തവള നമ്മളെ ഞാൻ പറഞ്ഞ എല്ലാ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് 1 കിലോമീറ്റർ റേഡിയസിനകത്താണ് ഈ കിൻഫ്ര എല്ലാം വരുന്നത്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോ, ഇതാണ് നമ്പർ, ഓണറിൻ്റെ വിളിച്ചോ.